സർ, ലോകം തന്നെ ഭയപ്പെടുന്ന ഇന്ത്യയുടെ മിസൈൽ, അതായത് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു പുതിയ മിസൈൽ, അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല, രഹസ്യമായി തന്നെയാണ് വച്ചേക്കുന്നത്. ശത്രുക്കൾക്ക് പോലും, അതായത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും പോലും തടയാൻ കഴിയാത്തത്ര അത്യാധുനികമായ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ മിസൈൽ ഇന്ത്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനൊരു അവസരം വരുമ്പോൾ ഇന്ത്യ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതാണ് ആ മിസൈൽ, എന്തൊക്കെയാണ് ആ മിസൈലിൻ്റെ പ്രത്യേകതകൾ? ഇപ്പോൾ ധ്വനി എന്ന് പറയുന്ന ഒരു മിസൈലാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടുകൂടി അത് വെളിയിൽ വരുമെന്നാണ് പറയുന്നത്. ഇതിന് ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗത, അത് 21 ഇരട്ടി വരെ എന്ന് പറയുന്നുണ്ട്. ശബ്ദത്തെക്കാൾ 6 ഇരട്ടി വേഗത എന്ന് പറയുമ്പോൾ തന്നെ ആ വേഗതയെ പറ്റി ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു മിസൈൽ വിട്ടു എന്ന് ഇന്ത്യക്ക് തീരുമാനിക്കാൻ പറ്റും, മിസൈൽ വിട്ട സമയം. പിന്നെ ആ മിസൈൽ ഒരുപക്ഷെ കാണാനൊന്നും പറ്റത്തില്ലല്ലോ. 6 ഇരട്ടി ആയപ്പോലും നമുക്ക് കാണാൻ പറ്റുമോ? 21 ഇരട്ടി ആണെങ്കിൽ പറയുവാണ്. പിന്നെ ആ മിസൈൽ വീണവന് മാത്രമേ അറിയാത്തുള്ളൂ. അപ്പം ആദ്യത്തെ യോഗം പാകിസ്ഥാനാണെങ്കിൽ അവിടെ വീണുമ്പോൾ പാകിസ്ഥാനായി അറിയാനും പറ്റും, മുനീറിനൊക്കെ അറിയാൻ പറ്റും. അത് അപ്പം അത്രയ്ക്ക് ഞാൻ അതിൻ്റെ വേഗതയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് ഈ പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ, ഈ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നത് US-നുണ്ട്, ചൈനയ്ക്കുണ്ട്, റഷ്യയ്ക്കുണ്ട്. ഇപ്പം നമുക്കും ആ സാങ്കേതിക വിദ്യയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇതിനെ ഈ പറയുന്ന മിസൈൽ, അതായത് ഈ D-17 എന്ന് പറയുന്ന മിസൈൽ, ആ മിസൈലിനോട് കാട്ടിൽ വേഗതയിലുള്ള മിസൈലാണെന്നാണ് ഈ നമ്മുടെ ഈ ധ്വനി എന്ന് പറയുന്ന മിസൈലിനെ പറ്റി പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ദൂരപരിധി എന്ന് പറഞ്ഞാൽ 5500 മനസ്സിലായി. ഇത് നമ്മൾ ഓരോ മിസൈലിൻ്റെയും ദൂരപരിധി നമ്മൾ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ ഓരോന്നിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുക്കും. നമ്മളിപ്പോൾ ഈ മിസൈലിനെ പറ്റിയൊക്കെ നമ്മൾ വെളി വന്നിട്ടില്ല, ബ്രഹ്മോസിൻ്റെ സ്പെസിഫിക്കേഷൻ. പക്ഷേ അതിനപ്പുറം ചില കാര്യങ്ങൾ മറച്ചു പിടിച്ചിട്ടുണ്ടാവും. കാരണം ഈ ദൂരപരിധി ഒരു 3000 എന്ന് പറയുന്ന ബ്രഹ്മോസിൻ്റെ ദൂരപരിധി 8000 ആവാൻ സാധ്യതയുണ്ട്. അത് വെളിയിൽ വിടാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂഖണ്ഡാന്തര മിസൈലുകളുണ്ട്. ഈ മിസൈലുകളുടെ ഒരു പ്രത്യേകത, അമേരിക്ക നോക്കിയിരിക്കുന്നത് ഞങ്ങളുടെ അവിടം വരെ വരുന്ന മിസൈലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന രാജ്യങ്ങളുമായിട്ട് ഉമാർക്ക് അന്നേരം ഒരു ശത്രുതാ മനോഭാവം. കാരണം അവർക്ക് എങ്ങോട്ടും വിടാമല്ലോ, അവരുടെ അടുത്തോട്ട് ചെല്ലുന്നതിനകത്താ പ്രശ്നം. അപ്പോൾ അതിനപ്പുറം ഒരു കുഴപ്പവും ഇല്ലാതെ മിസൈൽ ഉണ്ടാക്കി നോക്കിയിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഉത്തര കൊറിയയുടെ ഭരണാധികാരിയുണ്ട്. പുള്ളി ഇതെല്ലാം പണിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് തിരിച്ചു വെച്ചേക്കുന്നത്. 1000-ന്റെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ 2000-ന്റെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 11,000-ന്റെ വരെ പുള്ളി അവകാശം. അതെല്ലാം എങ്ങോട്ടാണെന്ന് വെച്ചാൽ അതും പറയും, ഞാൻ അമേരിക്കയെ ലക്ഷ്യമാക്കിയാണ് ഇത് വെച്ചേക്കുന്നതെന്ന് പറയും. അപ്പോൾ അയാൾക്ക് ധൈര്യശാലി എന്ന് പറഞ്ഞാൽ ലോകത്തൊരു രാജ്യങ്ങളും അടുപ്പിക്കത്തില്ല. ആ പടം റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഇപ്പം ഇന്ത്യയുമായിട്ടും പിന്നെ ഇവർക്കെല്ലാവരും ഇതുണ്ട്. അല്ല, ലോകം മൊത്തം ബാൻ ഏർപ്പെടുത്തിയിരിക്കുക. പുള്ളി അങ്ങോട്ടും പോകത്തില്ല. പുള്ളിക്ക് ആകെപ്പാട് ട്രെയിനും ഉണ്ട്. പിന്നെ പുള്ളി അങ്ങോട്ട് പോയാലേ എവിടെ ഇരുന്നാലും തൂത്ത് ഉടയ്ക്കാൻ വേണ്ടി 10 ഉദ്യോഗസ്ഥരുണ്ട്. ആകെപ്പാടെ പേടിയാണ്. കാരണം ഒരു സൈക്കോയാണ്. കാരണം എന്നെ കൊല്ലൂ എന്നുള്ള പേടിയിൽ ഇങ്ങനെ, കാരണം പുള്ളി എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ശത്രുക്കൾ എവിടെയും ഉണ്ട്. കപ്പൽ താന്നപ്പോ തന്നെ ആ കപ്പലുമായിട്ട് അമേരിക്ക തകർക്കാനുണ്ടാക്കിയ കപ്പൽ അമേരിക്ക വെല്ലുവിളിച്ചുകൊണ്ട്, പക്ഷെ ആ കപ്പല് ഉദ്ഘാടനത്തിന് അന്ന് താന്നുപോയി. അതിന്റെ ഉദ്യോഗസ്ഥരെ എല്ലാം പിടിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഉദ്യോഗസ്ഥരെല്ലാം പുള്ളിക്ക് തോന്നുന്നവരെല്ലാം അമ്മാവനെ കണ്ടുകൊണ്ട് ചിരിച്ചെന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് വന്നു. പിന്നെ പട്ടിക്ക് ഇട്ട് കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തോന്നൊക്കെ അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ചൈനയിൽ വന്നവരൊക്കെ അറിയാലോ, പുള്ളി ഇരുന്നിടത്ത് ഇതുപോലും വിരലടയാളം പോലും തുറയ്ക്കാൻ ആൾക്കാർ. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ടിരിക്കുകയാണ്. പുള്ളിക്ക് പിന്നെ ആരുമായിട്ട് ബന്ധമില്ല. പുള്ളിക്ക് അമേരിക്ക, അപ്പോൾ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്ക അവിടെ കണ്ടെന്ന് വെളിയിലും കണ്ടെന്ന് കയ്യോ കുലുക്കിട്ട് പോയി പണ്ട് ട്രംപ്. പിന്നെ പറഞ്ഞു കൊടുത്തു അപകടമാണേ കയറ്റത്. പുള്ളി പറഞ്ഞു ഒരു കാരണം വെച്ചാലും വരണ്ട, ഞാൻ കയറ്റത്തില്ലെന്ന്. അപ്പോൾ അവിടെ ട്രംപ് കയറിപ്പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ കയറിപ്പറ്റിയിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഈ രീതിയിലൊക്കെ ചെന്ന് ഉദ്യോഗസ്ഥന്മാരെ, അല്ലെങ്കിൽ ടൂറിസം ഒന്നും ഇല്ലല്ലോ, ഒരു രീതിയിലും കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ടൂറിസ്റ്റായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ രാജ്യമായിട്ട് ബന്ധപ്പെടാൻ ഒരു അവസരം കിട്ടിയാലേ വെളിയിൽ നിർത്താനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതവിടെ കിട്ടി ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഈ ധ്വനി എന്ന് പറയുന്ന മിസൈലിൻ്റെ ദൂരപരിധി 5500 കിലോമീറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്നി 5-ന്റെ ഏതാണ്ട് 3000 ആണല്ലോ പറഞ്ഞത്. അതിൻ്റെ അഗ്നി 6, അഗ്നി 7 ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യാതെ വെച്ചേക്കുക, തീർന്നിരിക്കുക. മനസ്സിലായി, 12,000 വരെ വരുമെന്നാണ് പറയുന്നത്. അഗ്നി 5-ന്റെ അഗ്നി 6-ന്റെ ഒക്കെ ദൂരപരിധി ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാണ്. പക്ഷേ ഇതിനെ ഉറ്റുനോക്കുന്നതിന് വേണ്ടി ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ ചൈനയായാലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പറയുന്ന ഒരു പരീക്ഷണം ബംഗാൾ ഉൾക്കടൽ നടത്തുന്നതിന് ചൈനയുടെ കപ്പലും അമേരിക്കൻ കപ്പലൂടെ വന്ന് കിടന്നില്ലേ അവിടെ. കാരണം നമ്മളും അനൗൺസ് ചെയ്തില്ല, ഏതിൻ്റെയാണെന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തില്ല. നമ്മൾ ഈ
ഇത് പ്രഖ്യാപിച്ച് അവിടെ ഇട്ടിരുന്നു. അത് വ്യോമ നാവിക പ്രഖ്യാപിച്ചിരുന്നു. ഇവർ ഒന്നുകൂടെ കിടക്കുക. ഇവർ നമ്മളിപ്പോൾ 3000 എന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു 5000 എന്ന് പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയില്ല. അവർക്ക് നിരീക്ഷിച്ച് ഇതിനപ്പുറം ഇതിൻ്റെ ദൂരപരിധി ഉണ്ടോ, ഇതിൻ്റെ പ്രകരശേഷി നമ്മൾ പറയുന്നതാണോ, അതോ രഹസ്യസ്വഭാവത്തിൽ വല്ലതും ഉണ്ടോ, കാരണം ഭയന്ന് തുടങ്ങി ലോകം മൊത്തം. കാരണം നമ്മുടെ ഈ ആയുധങ്ങളെ ഭയന്നു തുടങ്ങി. മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന, ഇപ്പോൾ DRDO ആണല്ലോ ഇത് നിർമ്മിക്കുന്നത്, നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ പ്രകരശേഷിയും അതിൻ്റെ കാര്യശേഷിയും അതിൻ്റെ കൃത്യതയും ഒക്കെ ലോകത്തിന് ഈ 4 ദിവസം കൊണ്ടില്ല ഊക്കാമാർ വന്ന് വെള്ളം ഉണ്ടാക്കി പരീക്ഷണം നടത്തിയോടുകൂടി മനസ്സിലായി നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ വലുപ്പം. ഇതെല്ലാം തദ്ദേശീയമായിട്ടൂടെ വികസിപ്പിക്കുന്നതാണല്ലോ. S-400 ആണെങ്കിലും നമ്മൾ അതിനകത്ത് മാറ്റം വരുത്തി നമുക്ക് സോഴ്സ് കോഡ് തന്നതുകൊണ്ട് നമ്മൾ മാറ്റം വരുത്തി സുദർശന ചക്രയാക്കിയായിരുന്നു. അപ്പം S-400 വെച്ചിട്ട് റഷ്യക്ക് യുക്രൈനെ നേരിടാൻ പറ്റുന്നില്ല, മറ്റു വെള്ളത്തും പറ്റുന്നില്ല. S-400 ഇവിടെ ഇരുന്നപ്പം ഒരു ഡ്രോണും ഇങ്ങോട്ട് വരുന്നില്ല, ഒരു മിസൈലും വരുന്നില്ല. മോശം മിസൈലും ഡ്രോണും ഒന്നും അല്ലല്ലോ. ലോകത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ നമ്പർ 1 ഡ്രോൺ നിർമ്മാതാക്കൾ എന്ന് വിശേഷിപ്പിച്ച തുർക്കിയുടെ ഡ്രോണാ എല്ലാം പിടിച്ചിട്ട് ജീവനെയും പിടിച്ചത്. നമ്മൾ ഇവനെ ജീവനെ പിടിച്ചു, എന്തോ അതിനകത്ത് വെച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. കാരണം ജാം ചെയ്ത് പിടിച്ചു. എന്നാലേ സ്പോട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അവൻ്റെ ഏറ്റവും വലിയ മിസൈലായിട്ടുള്ള F-16 ആണോ 15 ആണോ 16 അത് നമ്മുടെ ജീവനെ പിടിച്ചു. പോസ്റ്റ് ഗാർഡ് റിപ്പോർട്ടാണ് വേണ്ടി ലോകം മൊത്തം നമ്മുടെ ക്യൂ നിന്നൊക്കെ ഓർമ്മയില്ല. സാറേ തരണേ നമ്മൾ എല്ലാവരെയും ക്യൂ നിർത്തിയേക്കുവാ, കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റി എനിക്കറിയില്ല. ബ്രഹ്മോസ്. അപ്പോൾ ബ്രഹ്മോസ് തന്നെ ഈ പറയുന്ന അവർക്ക് കൊടുത്തേക്കുന്ന HQ-19 HQ-9 പ്രതിരോധ സംവിധാനത്തിന് തടുക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തടുക്കാൻ പറ്റുന്ന ഒരു മിസൈലല്ല ധ്വനി. അതുപോലെ തന്നെ ലഡാക്കിൽ ഇവരുടെ 5ാം തലമുറ വിമാനങ്ങളൊക്കെ ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ലഡാക്കിലല്ല, ഈ ചൈന ലഡാക്ക് ബോർഡർ അവിടെയാണ് ഈ ഇവരുടെ ഏറ്റവും ആധുനിക 5ാം തലമുറ വിമാനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ ചെല്ലുന്നതിന് 15 മിനിറ്റ് എടുക്കത്തുള്ളൂ. മനസ്സിലായിരുന്നല്ലോ ഈ ധ്വനി എന്ന് പറയുന്നതിൻ്റെ സ്പീഡും ഉണ്ട്. പോലെ തന്നെ ഈ ധ്വനി എന്ന് പറയുന്ന മിസൈൽ നമ്മുടെ ഡൽഹിയിൽ നിന്ന് 1000 കിലോമീറ്റർ ആണല്ലോ ഇസ്ലാമാബാദിലേക്കുള്ളത്. അവിടെ ചെല്ലുന്നതിന് 3 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഭസ്മമാക്കി കളയും. പാകിസ്ഥാനെ ഭസ്മമാക്കാൻ 3 മിനിറ്റ് മതി. മറ്റേ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് 15 മിനിറ്റ് വേണ്ടി ചൈനയുടെ. അതുപോലെ ചൈനയുടെ തുറമുഖം ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ ചൈന തുറമുഖം ഗാദ്വാർ തുറമുഖത്തിൽ എത്തുന്നതിന് 15 മിനിറ്റ്. അതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ട് ഈ പറയുന്ന കഫ്ത, അവിടെ എത്തുന്നതിന് 15 മിനിറ്റ് മതി. അപ്പം ചൈനയിൽ എത്തുന്നതിന് 15 മിനിറ്റ്, പാകിസ്ഥാനെ ഭസ്മമാക്കുന്നതിന് 3 മിനിറ്റ് മാത്രം വേണ്ടി വരുന്ന ഒരു ലോകത്തെ വിറപ്പിക്കുന്ന, അതായത് ഹൈപ്പർസോണിക് മിസൈൽ. അതായത് ഈ ടെക്നോളജിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ അമേരിക്കയും റഷ്യയും ചൈനയും ഒക്കെ ആണെങ്കിൽ അതിനെ മറികടക്കുന്ന ടെക്നോളജിയുമായിട്ടാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഈ പറയുന്ന മുമ്പേ ഒരു പേര് പറഞ്ഞില്ലേ, J-17 എന്ന് പറഞ്ഞൊരു മിസൈൽ, അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ത്രെട്ട് ഉണ്ടായിരുന്നു ചൈനയുടെ ഭാഗത്തുനിന്ന്, ഈ ഹൈപ്പർസോണിക് മിസൈലുകളുടെ. കാരണം നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുന്നു. അപ്പോൾ അതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള ഒരു മിസൈലാണ്. ഏതായാലും ഈ ഒരു മിസൈലിൻ്റെ പരീക്ഷണം ഈ കൊല്ലം അവസാനത്തോടുകൂടി നടക്കും എന്നുള്ള രീതിയിലേക്ക് അനൗൺസിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ നിസ്സാര ചിലവല്ല. അതുകൊണ്ട് 500 കോടി രൂപ ചിലവുണ്ട്. 10 പോർമുഖങ്ങളുണ്ട്. 10 മനസ്സിലായില്ലേ? നമ്മൾ ഈ പോർമുഖങ്ങളെന്ന് പറയും, 10 പോർമുഖങ്ങളുണ്ട്. അതിനകത്ത് 1 ടണ്ണോളം സാധാരണ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ പറ്റുന്നതും, ആണവായുധമാണെങ്കിൽ 500 കിലോയോളം വരുന്ന, അതായത് ഏറ്റവും ഇതിൻ്റെ വേഗതയുടെ കാര്യത്തിലും ഈ പറയുന്ന 6 മടങ്ങ് പറയുന്ന 21 മടങ്ങുന്നു. 6 മടങ്ങ് ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതൊരു 21 മടങ്ങെന്നൊക്കെ പറയുമ്പോൾ ഇത് മിസൈലൊക്കെ പോയെന്ന് പറയും. ഞാൻ മുമ്പേ പറഞ്ഞ മിസൈൽ ഇട്ടു എന്ന് നമ്മൾ പറയും, മിസൈൽ വീണവനും അറിയാൻ പറ്റും. അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. നമ്മൾ കോഴിയെ ഈ പന്നിയൊക്കെ വെച്ചേക്കത്തില്ല, ഈ ആദ്യമേ മനുഷ്യനെ പരീക്ഷിക്കുന്നതിന് മുമ്പ് ഇവനെ പരീക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവനാ നമ്മുടെ പരീക്ഷ വസ്തു മിക്കാറും ഒക്കെ. പണ്ടും ബ്രഹ്മോസ് നമ്മൾ നോക്കിയതാ. ഈ ബ്രഹ്മോസ് പണ്ട് അറിയാമോ? കഥ അറിയാമോ? ഈ യുദ്ധത്തിനൊക്കെ വളരെ കാലം മുമ്പ് ഇവർ ഈ HQ-9 ആണെന്ന് തോന്നുന്നു, HQ-19 ആണോ ഏതോ കൊണ്ടുവന്നിട്ട് ലോകം മൊത്തം തുള്ളിച്ചാടി നമ്മളിലെ ആദിവാസികളൊക്കെ വരത്തില്ല ആഘോഷിച്ച് വന്ന് ഞങ്ങൾ പ്രതിരോധ സംവിധാനം ഫിറ്റ് ചെയ്തു. കുമാർ കൂവിക്കൊണ്ട് നടന്നു. അപ്പോൾ ചൈന പറഞ്ഞു ഒന്നിനും നടക്കാൻ പറ്റാത്ത പ്രതിരോധ സംവിധാനം വന്ന്. അപ്പം നമ്മൾ ബ്രഹ്മോസ് ഇങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുന്ന സമയമാണ് ഈ ഇവിടുന്ന് ഒരു ബ്രഹ്മോസ് അങ്ങോട്ടങ്ങ് വിട്ട്. ഫോർമൂലയൊന്നുമില്ല. അതെ, അവിടെ ഇപ്പോൾ ആരും പറഞ്ഞില്ലേ, നമ്മളൊന്നും വിടാനും പോയില്ല, നമ്മളങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഈ ആട്ടിടയന്മാരെ ഈ ആളുകളൊന്നും ഉള്ള സ്ഥലത്തേക്കല്ല, ഉദ്ദേശം വേറെയായിരുന്നു.
പരീക്ഷണമായിരുന്നു. കാരണം അങ്ങോട്ട് വിട്ടു ആളുകളൊക്കെ ആട്ടുടയന്മാർ വന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് വലിയ സാധനം കിടക്കും, ഉമ്മാർ വന്ന് വിളിച്ചു പോയിക്കൊണ്ട് അതുകൊണ്ട് വലിയൊരു പണ്ടാരം കിടക്കുന്ന സാധനം കിടക്കുന്നു പറഞ്ഞിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ബ്രഹ്മോസ് ആപ്പാടെ വിഷയം ഞങ്ങളുടെ രാജ്യത്ത് എങ്ങനെ ബ്രഹ്മോസ്. അന്നേരം നമ്മൾ ഇന്ത്യ പറഞ്ഞു ശരി ഇതാരെ അവിടെ 2 അവന്മാരെ തൂക്കാൻ ഏൽപ്പിച്ചു, അവന്മാർ തൂത്തോണ്ടിരുന്നപ്പോൾ ഇത് പറന്നു പോയപ്പോൾ നമ്മൾ 2-3 ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് അപ്പോഴത്തേന് പാകിസ്ഥാൻ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായി. ഇത് കഴിഞ്ഞിട്ട് ഈ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഈ ചൈനക്കാർ പറയുന്നത് ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, പാകിസ്ഥാനൊന്നും വിചാരിക്കരുത് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിന് ബ്രഹ്മോസിനെ തടക്കാനൊക്കത്തില്ല. ഇത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് നേരത്തെ തന്നെ അവന്മാർ ഇന്ത്യക്കാർ ഇത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടത്. അതാ പണ്ട് ബ്രഹ്മോസ് അവിടെ വീണത്. അന്നേരം പാകിസ്ഥാൻ അറിഞ്ഞതോ ഇതിനായിരുന്നോ വിചാരിച്ചത് തൂത്ത് കുറച്ച് പറന്നു പോയാൽ അമ്മരെ വിശ്വസിച്ചു. ഇത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പല കാര്യത്തിലും എന്ന് പറഞ്ഞതുപോലെ ഇത് നമുക്ക് അവിടെ പരീക്ഷിക്കാൻ പറ്റും. അല്ലെ പരീക്ഷിക്കേണ്ടി വരത്തില്ല മക്കളത് ഈ ഉപയോഗിക്കപ്പെടാണ്. ചുമ്മാ പരീക്ഷിക്കാൻ പറ്റത്തില്ല. 500 കോടിയാ ചെലവ്. ഇപ്പൊ പിന്നെ ഈ പറയുന്ന ബ്രഹ്മോസിന്റെ നിർമ്മിക്കുന്ന സ്ഥലത്തിൽ കൂടിയായിട്ട് 200 കോടി വരെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പറ്റുമോ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ആലോചന. അതാണ്ട് 2030 ആകുമ്പോഴത്തേന് 200ഓളം ധ്വനി എന്ന് പറയുന്ന മിസൈൽ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാകുന്നു. ഏതായാലും ചൈനയ്ക്കും ത്രട്ടാണ്. പാകിസ്ഥാന് 3 മിനിറ്റ്, ചൈനയ്ക്ക് 15 മിനിറ്റ് സമയം കൊടുത്തേക്കും. മനസ്സിലായി പ്രശ്നമുണ്ടായി. അതാണ് ഈ ധ്വനി എന്ന് പറയുന്നതിനെ പറ്റി ഉള്ള ഒരു നമുക്ക് കിട്ടുന്ന വിവരം. വലിയ വലിപ്പത്തിലുള്ള വിവരം വെളിയിൽ വിട്ടിട്ടില്ല. കാരണം ഇന്ത്യ പ്രതിരോധ മേഖലയിലുള്ള രഹസ്യങ്ങൾ ഇപ്പം ആവശ്യമുള്ളത് മാത്രം വെളിയിൽ വിടുന്ന ഒരവസ്ഥയാണ്. എന്തൊക്കെ നടക്കുന്നുവെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ലോക രാജ്യങ്ങൾക്ക് ഭയമായി തുടങ്ങി തന്നെ. കാരണം ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ ഇവന്മാർക്ക് ഇപ്പോൾ മൊത്തത്തിലങ്ങ് പേടിയാണ്. ഇനി ബ്രഹ്മോസേ ഉള്ളോ, അതറിയാത്ത പേരില്ലാത്ത വല്ല സാധനം ഇരിപ്പുണ്ടോ, മറ്റ് ആ രീതിയിലേക്ക് രാജ്യമൊത്തവും ഭയക്കുന്ന ഒരു രാജ്യമായിട്ടും അല്ലെങ്കിൽ ഭയക്കേണ്ട രാജ്യമായിട്ടും ലോകം രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതാണ് ഇന്ത്യയുടെ ഒരു. അതുകൊണ്ട് നമ്മളും അതിൻ്റെ വേണ്ട രീതിയിലുള്ള കരുതൽ. അതുകൊണ്ട് വാജ്പേയിയുടെ കാലത്ത് നമ്മൾ അണുപരീക്ഷണം നടത്തിയത് ഇവന്മാർ ലോകം മൊത്തം അന്ന് സാറ്റലൈറ്റ് സംവിധാനമൊക്കെ ഉണ്ടായിരുന്ന അമേരിക്കയുള്ളൂ. എന്നിട്ട് അമേരിക്കയ്ക്ക് ഇതുവരെ അറിയത്തില്ല എവിടെ വെച്ചാണ് നടത്തിയത്. പിന്നെ ഇപ്പോൾ ഇയാൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതൊക്കെ അവിടെ വയ്ക്കട്ടെ, നടക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.